ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു വ്യൂ പോയിന്റിലാണ്. അതായത് മുട്ടറ മരുത്തിമല എക്കോ ടൂറിസം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതിൽ വണ്ടി കയറി വരത്തില്ല, നടന്ന് കയറണം. വണ്ടി അങ്ങ് താഴെ വെച്ചിട്ടാണ് കേട്ടോ. നല്ല കിടപ്പുണ്ട്, നോമ്പായതുകൊണ്ടാണ്. രാവിലെ തന്നെ ഇറങ്ങി ഞാൻ. ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ ഇതിൽ കുത്തനെ കിടക്കുകയാണ് കേട്ടോ. ഇത് തന്നെ പ്രോപ്പർ വഴിയെന്ന് പോലും അറിയാൻ വയ്യ. ഇവിടെ അതിനുള്ള ഒരു വഴിയൊന്നും കൊടുത്തിട്ടില്ല. എങ്ങോട്ടാണ് ഒരു ഐഡിയ ഒന്നുമില്ല. ഇതുവഴിയാണെന്ന് തോന്നുന്നത്. നമുക്ക് വഴി കയറി വെക്കാം. അത്യാവശ്യം നല്ല ഡീപ്പ്. കാല് മസിൽ പിടിക്കുന്നുണ്ടോ? അത്യാവശ്യം കുറച്ച് റിസ്ക്കാണ്. നല്ല എഫർട്ട് വേണം ഇത് കയറാൻ. അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമാണ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല. എന്താണെന്ന് അവിടെ പോയി നോക്കണം. ഇതാ നമ്മൾ കയറുന്ന വഴി. പ്രോപ്പർ വഴിയൊന്നുമില്ല. ഏത് വഴിയാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ഒരു ലെവൽ കയറി അടുത്ത ലെവലിലോട്ട് കയറാൻ കേട്ടോ. ഇതാണ് കയറി വരുന്ന വഴി. ഇത് റിസ്ക്കിയാണ്. അടുത്തേക്ക് കയറി വെക്കാം. കയറി വരുന്ന വഴിക്ക് എൻ്റെ ചേച്ചിമാരെ കണ്ടായിരുന്നു. അപ്പോൾ അവരാ പറഞ്ഞ് ഇത് വഴിയാണ് കയറിപ്പോണ്ട്. ഞാൻ വഴി തെറ്റി വേറെ സ്ഥലത്തോട്ട് പോയായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ പുല്ല് പറിക്കാൻ വേണ്ടി വന്നതാണെന്ന് ചേച്ചി. അവരാ പറഞ്ഞത് ഈ പൈപ്പിനെ ഫോളോ ചെയ്ത് പോയാൽ മതി, വഴി അതാണ്. അയ്യോ, വേറെ വഴിയുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. ഇങ്ങോട്ടാ പോകേണ്ടത് അറിയാമല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് പോയില്ല. ഒരു വ്യൂ പോയിൻ്റാണ് അങ്ങോട്ട്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്.
തിരിച്ചറിയിപ്പോൾ വഴി കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഓ എൻ്റെ മുകളിൽ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവരിതെങ്ങനെ വരുന്നുണ്ടോ? ഭയങ്കര വ്യൂ ആണ്. ഇത് ഒരു 360 വ്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. തണലൊന്നുമില്ല. തണലുണ്ടായിരുന്ന കൊച്ചിന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കാമായിരുന്നു, പക്ഷേ തണലൊന്നുമില്ല. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഇതിപ്പോൾ ഈ സൈഡാണ്. ഇതിന് ഫുള്ള് മല ചുറ്റപ്പെട്ട് കിടക്കുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നടന്ന് അപ്പുറത്ത് പോകാൻ തോന്നുന്നു. നോമ്പായതുകൊണ്ട് നടക്കാനൊരു മടി. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കാല് മസിൽ പിടിച്ചായിരുന്നു. കുറച്ച് ദിവസമായിപ്പം നോമ്പായതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മസിൽ ചെറുതായിട്ടൊന്ന് പിടിച്ച്. സീൻ കാണില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കയറി വന്നതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ പോയി. ഞാൻ റൈറ്റ് സൈഡിലോട്ട് പോവാണ്. അവിടെ നിന്ന് നോക്കാം. കുറച്ച് സ്റ്റെപ്പൊക്കെ കണ്ടായിരുന്നു. താഴെ നോക്കിയപ്പോൾ സ്റ്റെപ്പൊക്കെ പറ്റും. അങ്ങോട്ടായിരിക്കും പോകുന്നു ഈ പോകുന്നത്. കാറ്റില്ല. കാറ്റുണ്ടായിരുന്നെങ്കിൽ ഈ ചൂടിൻ്റെ ആ ഒരു ഇതൊന്ന് കുറഞ്ഞു കേട്ടോ. ഇതാണ് ഒരു സംഭവം. ഞാൻ വിചാരിച്ചത് ക്ഷേത്രമാണ്. വിചാരിച്ച ക്ഷേത്രമല്ല, നടവഴി കിടപ്പുണ്ട്. തീ പിടിച്ചിട്ടുണ്ട്. തീ നടക്കാനൊക്കെ വരാൻ പറ്റുമെന്ന് തോന്നുന്നു. നടക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ടേക്കാൻ പോലെ. ഇത് കൊള്ളാം. അവിടെ പാറ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നു. ഈ സ്റ്റെപ്പ് അതുവരെ ഉള്ളു കേട്ടോ. കയറി വേറെ അങ്ങോട്ടും പോകുന്നതല്ല, ജസ്റ്റ് ഈ പാറയുടെ മുകളിൽ വരെ വരാൻ വേണ്ടിയിട്ട് സ്റ്റെയർ ഇട്ടേക്കാണ്. ഇതാണ് അവിടുത്തെ മാക്സിമം ഹൈറ്റ്. ഈ പാറയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കാം കേട്ടോ. ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങൾ കാണാൻ ചാൻസ് ഇല്ല. അല്ലേ, വഴി കിടപ്പുണ്ട് നടക്കാനായിട്ട് ഈ പാറയ്ക്ക് ചുറ്റും. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് ഏരിയ. ദൂരോട്ടൊക്കെ നല്ലപോലെ കാണാം കേട്ടോ. അതാണ് നമ്മൾ കയറി വന്ന വഴി. ഇതൊരു സ്കൂളാണ്. അതിൻ്റെ അതിൻ്റെ സൈഡിലുള്ള ആ വഴിയൊക്കെ നമ്മൾ കയറിയിട്ട് വന്നു. ആ ചേച്ചിമാരാണ് എനിക്ക് വഴി പറഞ്ഞു കേട്ടോ. ഇവിടെ മാത്രം തോന്നുന്നുണ്ട്. കുറച്ച് മണി ഇവിടെ ഇരിക്കാം. ഇതുവരെ ഉള്ളൂ. ഇവിടെയൊക്കെ പാറകളാണ്. തീ എന്തോ പിടിച്ചു തോന്നുന്നു. എല്ലാം കരിഞ്ഞിട്ടുണ്ട്. തീ ഒന്നും കേട്ടോ.
അപ്പോൾ ഗൈസ് ഞാൻ അവിടെ കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയാണ്. എൻ്റെ മേളിലൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേറെ സ്ഥലത്ത് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങിയാണ് കേട്ടോ. ഇപ്പോൾ അവിടെ കൊള്ളായിരുന്നു, നൈസ് വേണം. വൈകുന്നേരം ഒക്കെ തണൽ വരുന്ന സമയത്തൊക്കെ അവിടെ പോയിരിക്കാൻ നല്ലതായിരിക്കും, നല്ല കാറ്റ് കാണും. ഇപ്പം കാറ്റ് അധികം ഇല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല സീനറിയൊക്കെ കാണാം. കുറച്ച് സമയം ഉണ്ടെങ്കിൽ കുറച്ച് ഈ കയറി വരുന്ന തളർച്ചയൊക്കെ മാറ്റി കുറച്ച് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ടൊക്കെ പോയാൽ മതി. കൊള്ളാം, നല്ല എനിക്ക് ഇഷ്ടപ്പെടും, സ്ഥലം കൊള്ളാം, നൈസാണ്. അതായത് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊല്ലം ജില്ലയിലും ട്രിവാൻഡ്രം ജില്ലയിലൊക്കെ പെട്ടെന്ന് വന്നിട്ട് പോകുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ്. ഈ വഴി പോകുമ്പോഴും ഒക്കെ കയറാനും കൊള്ളാം, അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്. പക്ഷെ കയറി വരുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. പിള്ളേരൊക്കെ കൊണ്ടുവരിക എന്നുള്ളതൊന്നും നടക്കില്ല. അത്യാവശ്യം നല്ല ഡീപ്പുണ്ട്. നടന്ന് താഴെ എത്താറായി. ഇത് ആക്ച്വലി ഒരു റബ്ബർ പുരയിടത്തിൻ്റെ നടുക്കൂടെയാണ് ഈ വഴി കിടക്കുന്നത് കേട്ടോ. ഇത് ആരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ആവാനാണ് ചാൻസ്. നല്ല മുട്ട് നല്ല വേദന ഉണ്ട്. തിരിച്ചിറങ്ങിയപ്പോൾ കുറച്ചുകൂടെ കടുത്ത്. കാണുന്നതാണ് മെയിൻ റോഡ് കേട്ടോ. ആ മെയിൻ റോഡിൽ നിന്ന് ഡയറക്റ്റ് കയറി വരാം. കണ്ടോ, അതാണ് മെയിൻ റോഡ്. ചെറിയ രീതിക്ക് ഹൈക്കിങ്ങും ട്രെക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. സംഭവം അധികം വലിയ ഇതൊന്നുമില്ല, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നടന്ന് മേളിൽ കയറാവുന്ന ദൂരമേ ഉള്ളൂ. ചെറിയ ചെറിയ ഹൈക്കിങ്ങും ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻറ്റും ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ വന്നതാണ് ഈ സെക്ഷൻ. ഇവിടെ ഈ ഭാഗം കാണുന്നത് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ ബാക്കിൽ കയറി പോകുന്നത്, ബാക്ക് സൈഡിൽ കൂടെ കയറി പോകുന്ന വഴി കേട്ടോ. ഈ കണ്ടോ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ 2-3 കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ഹലോ,